ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എന്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. അപ്പൊ ഇന്നലെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ യൂത്ത് ഡേ എന്ന പേരിലാണ് ആഘോഷിച്ചത്. സോ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. നമുക്കറിയാം ഇപ്പൊ എക്സാംസിൽ ബേസിക് ഫാക്ട്സ് ഒക്കെ ചോദിക്കല് കുറച്ച് കൂടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ഫാക്ട്സ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ആ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഉത്തരം അറിയെങ്കിൽ താഴെ പെട്ടെന്ന് കമന്റ് ചെയ്യാം. ഒന്ന്, സ്വാമി വിവേകാനന്ദന്റെ ജനനനാമം എന്തായിരുന്നു എന്നുള്ളതാണ്. ദയാനന്ദ സരസ്വതി, നരേന്ദ്രനാഥ് ദത്ത, രാമകൃഷ്ണ പരമഹംസ, വിവേകാനന്ദ. എന്തായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ജനനനാമം എന്തായിരുന്നു? ഉത്തരം അറിവെങ്കിൽ കമന്റ് ചെയ്യാം. ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് നരേന്ദ്രദത്ത നാഥ് ആണ്. ഓക്കെ, നരേന്ദ്രനാഥ് ദത്ത ആണ് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം. എന്തായിരുന്നു? നരേന്ദ്രനാഥ് ദത്ത. അടുത്തത്, സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ഏത് വർഷമാണ്? 1950, 1893, 1875, 1861. അപ്പൊ നമുക്ക് തോന്നും ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, ഇതൊക്കെ പഠിക്കണം. കുമാരനാശൻ മരിച്ചത് എന്താണെന്ന് 2024 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാണ്. സോ ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഉത്തരം കമന്റ് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോഴേ ഇപ്പൊ ചില സമയത്ത് ഭയങ്കര ഡിലേ ആയി തോന്നുവാണെങ്കിൽ സ്പീഡ് കൂട്ടിയിടണം കേട്ടോ. യൂട്യൂബിൽ സ്പീഡ് കൂട്ടിയിടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അപ്പൊ അത് ചെയ്യണേ. ഇനി കുറച്ചുകൂടി സ്ലോയില് കേൾക്കണം എന്ന് പറഞ്ഞാൽ സ്ലോ ആക്കാം. സ്ലോയില് കേൾക്കണ്ട എന്ന് തോന്നുന്നു. സ്പീഡ് കൂട്ടണമെങ്കിൽ മാത്രം സ്പീഡ് കൂട്ടാം കേട്ടോ. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് 1861. 1861 സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് കേട്ടോ. അടുത്തത്, സ്വാമി വിവേകാനന്ദൻ ജനിച്ച സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. ഏതാണ് സ്ഥലം? സ്വാമി വിവേകാനന്ദൻ ജനിച്ച സ്ഥലം ഏതാണ്? ജനിച്ച സ്ഥലം ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കൊൽക്കത്തയാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ച സ്ഥലം. അടുത്ത, സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു? വിവേകാനന്ദ, ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ പരമഹംസ, ശ്രീ അരബിന്ദു. ആരാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു? ആരായിരുന്നു? ആരായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരു? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് രാമകൃഷ്ണ പരമഹംസയാണ്. അടുത്ത, സ്വാമി വിവേകാനന്ദൻ ലോക പ്രശസ്തനായത് ഏത് സമ്മേളനത്തിലൂടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോകമത സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഐക്യരാഷ്ട്രസഭ, ബ്രഹ്മസമാജം. ഏതിലൂടെയാണ്? ഏതിലൂടെയാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് ലോകമത സമ്മേളനമാണ്. അടുത്തത്, ലോകമത സമ്മേളനം നടന്നത് ഏത് നഗരത്തിലാണ്? ലണ്ടൻ, ചിക്കാഗോ, പാരീസ്, ന്യൂയോർക്ക്. ലോകമത സമ്മേളനം നടന്നത് ഏത് നഗരത്തിലാണ്? ലണ്ടൻ, ചിക്കാഗോ, പാരീസ്, ന്യൂയോർക്ക്.
ലോകമത സമ്മേളനം നടന്നത് ഏത് നഗരത്തിലാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ചിക്കാഗോ ആണ്. 1893 ലോകമത സമ്മേളനം നടന്നത്. ഇനി സഹോദരന്മാരെ സഹോദരിമാരെ എന്ന പ്രസംഗം ആരംഭിച്ചത് ആരാണ്? ഇപ്പോഴൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ എന്നൊക്കെ പറയും. അപ്പൊ ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത് ആരാണ്? ഗാന്ധിജി, ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, നേതാജി. ആരുടെയാണ് സഹോദരന്മാരെ സഹോദരിമാരെ എന്ന് തുടങ്ങുന്ന പ്രസംഗം? ഓൾറെഡി അറിയായിരിക്കും, കാരണം നമ്മൾ പുള്ളിനെ കുറിച്ചാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം ഈ ഒരു ചോദ്യത്തിന് തരുന്നത് മണ്ടത്തരമായിരിക്കും എന്ന് എനിക്ക് അറിയുന്നത് കാരണം കൂടുതൽ നിങ്ങൾ ചിന്തിക്കൊന്നും വേണ്ട. നമ്മൾ ആരെ കുറിച്ചാ പറയുന്നത്? യെസ്, സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം തന്നെ ആയിരിക്കുമല്ലോ സഹോദരിമാരെ സഹോദരന്മാരെ എന്നുള്ള പ്രസംഗം ആരംഭിച്ചത്. അടുത്തത്, സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? ആര്യ സമാജം, ബ്രഹ്മസമാജം, രാമകൃഷ്ണ മിഷൻ, പ്രാർത്ഥനാ സമാജം. ഏതാണ്? യെസ്, ആൻസർ നോക്കാം. രാമകൃഷ്ണ മിഷനാണ്. 1897 അദ്ദേഹം സ്ഥാപിക്കുന്നത്. 1897. അപ്പൊ ആര്യ സമാജം ആരുടെയാണെന്ന്? ആര്യ സമാജം ആരാണ് ഉണ്ടാക്കിയത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഫൗണ്ടർ ആരാന്നറിയോ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം. ഓക്കെ, ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു റിഫോം മൂവ്മെന്റ് അതിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. എവിടെയാണ്? മുംബൈയിലാണ്. 1875 ഏപ്രിൽ 7 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതാണ് ആര്യ സമാജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1828 കൽക്കത്തയിലാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എവിടെയാണ്? കൽക്കത്തയിലാണ്. 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി രാമകൃഷ്ണ മിഷനാണ് സ്വാമി വിവേകാനന്ദൻ. ഇനി പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ ആത്മാറാം പണ്ടൂരംഗാണ്. അപ്പൊ പ്രാർത്ഥന ആത്മ എന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, 1867 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ബോംബെയിലാണ്, ഇന്നത്തെ മുംബൈയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ AI ആയിട്ടുള്ള ഒരു കോഴ്സ്, 2 കോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡുവൽ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള കോഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 100% കരിയർ അസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. 100% കരിയർ അസിസ്റ്റൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇതിൽ തന്നെ പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ തന്നെ ജോലി കിട്ടും. കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോലി നിങ്ങളുടെ കയ്യിൽ തരും. അതാണ്, അപ്പൊ ജോലി കൂടി ഉള്ള ഒരു കോഴ്സാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, നോക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല, എന്തായാലും നിങ്ങൾ നോക്കുക. അപ്പൊ നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക കേട്ടോ. സ്വാമി വിവേകാനന്ദന്റെ പ്രധാന സന്ദേശം എന്താണ്? അഹിംസ, ആത്മവിശ്വാസം, സ്വരാജ്, സത്യാഗ്രഹം. എന്താണ് സ്വാമി വിവേകാനന്ദന്റെ പ്രധാന സന്ദേശം എന്താണെന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ആത്മവിശ്വാസമാണ്. സ്വാമി വിവേകാനന്ദൻ ഏത് മതത്തിന്റെ ആശയങ്ങളാണ് പ്രചരിപ്പിച്ചത്?
ആൻസർ ഓപ്ഷൻ സി ആണ്, ഹിന്ദുമതം. അടുത്തത്, സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ഇന്ത്യയിൽ ഏത് ദിവസമായി ആചരിക്കുന്നു? യുവജന ദിനം, അധ്യാപക ദിനം, കുട്ടികളുടെ ദിനം, ദേശീയ ദിനം. ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കാരണം അതാണല്ലോ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, യുവജന ദിനമാണ്, യുവജന ദിനമാണ്. അടുത്തത്, സ്വാമി വിവേകാനന്ദൻ നിര്യാതനായ വർഷം ഏതാണ്? 1897, 1902, 1910, 1920. സ്വാമി വിവേകാനന്ദൻ നിര്യാതനായ വർഷം ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, 1902 ആണ് നിര്യാതനായ വർഷം. അടുത്തത്, സ്വാമി വിവേകാനന്ദന്റെ പ്രധാന കൃതികളിൽ ഒന്ന് ഏതാണ്? ഗാന്ധി ദർശനം, ആനന്ദമഠ്, ഗീതാരഹസ്യം, രാജയോഗ. ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, രാജയോഗയാണ്. അടുത്ത, സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയെ എന്തായി വിളിച്ചു? ദരിദ്രത്തിന്റെ നാട്, ആത്മീയ ഗുരു, ലോകത്തിന്റെ ഗുരു, സ്വർഗഭൂമി. എന്താണ് ഇന്ത്യയെ വിളിച്ചത്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, ലോകത്തിന്റെ ഗുരുവാണ്. അടുത്തത്, സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങൾ പ്രധാനമായും ഏതിനാണ് പ്രചോദനമായത്? ഭൗതികവാദം, ദേശീയബോധം, സാമ്രാജ്യത്വം, വ്യവസായവൽക്കരണം. ഏതിനാണ്? ഏതിനാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ദേശീയ ബോധമാണ്. അടുത്തത്, സ്വാമി വിവേകാനന്ദൻ ഏത് ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്നു? മലയാളം മാത്രം, സംസ്കൃതം, ഇംഗ്ലീഷ്, ബംഗാളി, തമിഴ്, തെലുങ്ക്, ഉറുദു, പേർഷ്യൻ. ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, സംസ്കൃതം, ഇംഗ്ലീഷ്, ബംഗാളി ആണ്. സ്വാമി വിവേകാനന്ദൻ ആദ്യമായി സന്യാസം സ്വീകരിച്ചത് ഏത് വർഷമാണ്? 1881, 1897, 1890, 1886. ആൻസർ നോക്കാം. 1886 ആണ്. സ്വാമി വിവേകാനന്ദൻ ഏത് ആശ്രമത്തിലാണ് അന്ത്യം വരെ ഉണ്ടായിരുന്നത്? വെല്ലൂർ മഠം, ശാന്തിനികേതൻ, സബർമതി ആശ്രമം, ദക്ഷിണേശ്വരം. ഓപ്ഷൻ എ ആണ്, വെല്ലൂർ മഠം. അടുത്ത, സ്വാമി വിവേകാനന്ദൻ തന്റെ ആശയങ്ങൾ പ്രധാനമായും ഊന്നിയത് ഏതിന്മേലാണ്? ഭക്തിമാത്രം, കർമ്മയോഗം, ആത്മവിശ്വാസവും സേവനവും, രാഷ്ട്രീയ സമരം.
ആൻസർ നോക്കാം. ആത്മവിശ്വാസവും സേവനവും ആണ്. സ്വാമി വിവേകാനന്ദന്റെ പ്രചോദനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാനമായും എന്തിനാണ് ശ്രദ്ധ നൽകിയത്? മതപാഠം, ശാരീരിക പരിശീലനം, ആത്മീയവും സാമൂഹികവുമായ വികസനം, വ്യാപാര വിദ്യാഭ്യാസം. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ആത്മീയവും സാമൂഹികവുമായ വികസനം. ഇത്രയാണ് ചോദ്യങ്ങൾ എന്നുള്ളത്. അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.